എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. K-TET സൈക്കോളജി ക്ലാസ് പാർട്ട് 2-ൽ 33 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 1 എല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ചോദ്യത്തിലേക്ക് കടക്കാം. 37ാമത്തെ ചോദ്യം. ഹ്യൂമനിസ്റ്റ് സൈക്കോളജിക്ക് സംഭാവന നൽകിയവരിൽ പ്രമുഖർ. എബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ്. ഹ്യൂമനിസ്റ്റ് സൈക്കോളജിക്ക് സംഭാവന നൽകിയവരിൽ പ്രമുഖർ. എബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ്. ആത്മയാഥാർത്ഥ്യവൽക്കരണം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാക്കൾ. എബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ്. ആത്മയാഥാർത്ഥ്യവൽക്കരണം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാക്കൾ. എബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ആത്മയാഥാർത്ഥ്യവൽക്കരണം നേടിയ വ്യക്തികളെ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് എന്ന് പറഞ്ഞത് പാറ്റേഴ്സൺ. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ആത്മയാഥാർത്ഥ്യവൽക്കരണം നേടിയ വ്യക്തികളെ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് എന്ന് പറഞ്ഞത് പാറ്റേഴ്സൺ. വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണെന്ന് അഭിപ്രായപ്പെട്ടത് സ്കിന്നർ. വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണെന്ന് അഭിപ്രായപ്പെട്ടത് സ്കിന്നർ. വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യക്തിയുടെ ജനനം മുതൽ വാർദ്ധക്യം വരെയുള്ള കാലഘട്ടത്തിലെ പഠനാനുഭവങ്ങളെ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതാര്? ക്രോ ആൻഡ് ക്രോ. വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യക്തിയുടെ ജനനം മുതൽ വാർദ്ധക്യം വരെയുള്ള കാലഘട്ടത്തിലെ പഠനാനുഭവങ്ങളെ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതാര്? ക്രോ ആൻഡ് ക്രോ. മനഃശാസ്ത്ര തത്വങ്ങളും സാങ്കേതിക വിദ്യയും ക്ലാസ് മുറികളിൽ പ്രയോഗിക്കുന്ന മനഃശാസ്ത്ര ശാഖയ്ക്ക് പറയുന്ന പേര് പ്രയുക്ത മനഃശാസ്ത്രം. മനഃശാസ്ത്ര തത്വങ്ങളും സാങ്കേതിക വിദ്യയും ക്ലാസ് മുറികളിൽ പ്രയോഗിക്കുന്ന മനഃശാസ്ത്ര ശാഖയ്ക്ക് പറയുന്ന പേര് പ്രയുക്ത മനഃശാസ്ത്രം. വ്യത്യസ്ത മനഃശാസ്ത്ര ശാഖകളുടെ സങ്കലിതം എന്ന വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ വിശേഷിപ്പിച്ചത് ഓസുബൽ. വ്യത്യസ്ത മനഃശാസ്ത്ര ശാഖകളുടെ സങ്കലിതം എന്ന വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ വിശേഷിപ്പിച്ചത് ഓസുബൽ. ഒരു അധ്യാപകൻ തൻ്റെ വിഷയത്തിൽ വിദഗ്ധനാവുന്നതിനേക്കാൾ ഉപരി മനഃശാസ്ത്രത്തിൽ വിദഗ്ധനായിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ആഡംസ്. ഒരധ്യാപകൻ തൻ്റെ വിഷയത്തിൽ വിദഗ്ധനാവുന്നതിനേക്കാൾ ഉപരി മനഃശാസ്ത്രത്തിൽ വിദഗ്ധനായിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ആഡംസ്. ചോദക പ്രതികരണ സംബന്ധമാണ് പഠനത്തിൻ്റെ അടിസ്ഥാന പ്രക്രിയ എന്ന് പറഞ്ഞത് ബിഹേവിയറിസ്റ്റുകൾ. ചോദക പ്രതികരണ സംബന്ധമാണ് പഠനത്തിൻ്റെ അടിസ്ഥാന പ്രക്രിയ എന്ന് പറഞ്ഞത് ബിഹേവിയറിസ്റ്റുകൾ. സമഗ്രതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞർ. സമഗ്രതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞർ. അപസമായോജിതനോ അംഗീകൃത രീതിക്ക് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നവനോ ആയ വ്യക്തിയുടെ വ്യവഹാര സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി കേസ് സ്റ്റഡി. അപസമായോജിതനോ അംഗീകൃത രീതിക്ക് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നവനോ ആയ വ്യക്തിയുടെ വ്യവഹാര സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി കേസ് സ്റ്റഡി. ചികിത്സാ രംഗത്തു നിന്നും സ്വീകരിച്ച ജീവചരിത്ര പഠനമാണ് കേസ് സ്റ്റഡി. ചികിത്സാ രംഗത്തു നിന്നും സ്വീകരിച്ച ജീവചരിത്ര പഠനമാണ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡിയുടെ പഠനത്തിന് ഉപയോഗിക്കുന്നത് നിരീക്ഷണം, വൈദ്യപരിശോധന, അഭിമുഖം, വിവിധ മനഃശാസ്ത്ര മാപനങ്ങളുടെ ഉപയോഗം. കേസ് സ്റ്റഡിയുടെ പഠനത്തിന് ഉപയോഗിക്കുന്നത് നിരീക്ഷണം, വൈദ്യപരിശോധന, അഭിമുഖം, വിവിധ മനഃശാസ്ത്ര മാപനങ്ങളുടെ ഉപയോഗം. വസ്തുക്കളുടെയോ സംഭവങ്ങളുടെയോ കാര്യകാരണ ബന്ധിതം നിയന്ത്രിത സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഥാപിക്കുന്ന രീതി എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. വസ്തുക്കളുടെയോ സംഭവങ്ങളുടെയോ കാര്യകാരണ ബന്ധം നിയന്ത്രിത സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഥാപിക്കുന്ന രീതി എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രയോഗിച്ചു വരുന്നത് ചരങ്ങൾ. പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രയോഗിച്ചു വരുന്നത് ചരങ്ങൾ. ചരങ്ങളെ എത്രയായി തിരിക്കാം? രണ്ടായി തിരിക്കാം. ആശ്രിത ചരങ്ങൾ, സ്വതന്ത്ര ചരങ്ങൾ. ചരങ്ങളെ രണ്ടായി തിരിക്കാം. ആശ്രിത ചരങ്ങൾ, സ്വതന്ത്ര ചരങ്ങൾ. ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ മാർക്ക് വാങ്ങുന്നത് ഏത് ചരത്തിന് ഉദാഹരണമാണ്? ആശ്രിത ചരത്തിന്. ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ മാർക്ക് വാങ്ങുന്നത് ഏത് ചരത്തിന് ഉദാഹരണമാണ്? ആശ്രിത ചരങ്ങൾക്ക്. അക്കാദമീയമായ നേട്ടത്തിന് ഹേതുവാകുന്നതെന്തോ അതിന് പറയുന്നതാണ് സ്വതന്ത്ര ചരങ്ങൾ. അക്കാദമീയമായ നേട്ടത്തിന് ഹേതുവാകുന്നതെന്തോ അതിന് പറയുന്നതാണ് സ്വതന്ത്ര ചരങ്ങൾ.
കുട്ടിയുടെ ബുദ്ധി, വിഷയത്തോടുള്ള താല്പര്യം, അധ്യാപികയോടുള്ള മനോഭാവം തുടങ്ങിയവ സ്വതന്ത്ര ചരങ്ങൾക്ക് ഉദാഹരണങ്ങളായി പറയാം. കുട്ടിയുടെ ബുദ്ധി, വിഷയത്തോടുള്ള താല്പര്യം, അധ്യാപികയോടുള്ള മനോഭാവം തുടങ്ങിയവ സ്വതന്ത്ര ചരങ്ങളിൽ ഉൾപ്പെടുന്നു. പഠനവിധേയമാക്കുന്ന പ്രതിഭാസത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ചോദ്യാവലി, ഷെഡ്യൂൾ, അഭിപ്രായാവലി തുടങ്ങിയ രേഖകളിൽ സമാഹരിക്കുന്നതാണ് സർവേ മെത്തേഡ്. പഠനവിധേയമാക്കുന്ന പ്രതിഭാസത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ചോദ്യാവലി, ഷെഡ്യൂൾ, അഭിപ്രായാവലി തുടങ്ങിയ രേഖകളിൽ സമാഹരിക്കുന്നതാണ് സർവേ മെത്തേഡ്. ആധുനിക കാലത്ത് ബുദ്ധിയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ ആരംഭിച്ചത് ഫ്രാൻസിസ് ഗാൾട്ടൺ. ആധുനിക കാലത്ത് ബുദ്ധിയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ ആരംഭിച്ചത് ഫ്രാൻസിസ് ഗാൾട്ടൺ. വ്യക്തികളുടെ മാനസികവും കായികവുമായ കഴിവുകളെ അളക്കാൻ സൈക്കോമെട്രിക് ലാബ് ആരംഭിച്ചത് ഫ്രാൻസിസ് ഗാൾട്ടൺ. വ്യക്തികളുടെ മാനസികവും കായികവുമായ കഴിവുകളെ അളക്കാൻ സൈക്കോമെട്രിക് ലാബ് ആരംഭിച്ചത് ഫ്രാൻസിസ് ഗാൾട്ടൺ. യുക്തിപൂർവം ചിന്തിക്കുന്നതിനും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നതിനും പരിസ്ഥിതിയുമായി സമായോജനം ചെയ്യുന്നതിനുമുള്ള ക്ഷമതയാണ് ബുദ്ധി എന്ന് അഭിപ്രായപ്പെട്ടത് ഡേവിഡ് വെഷ്ലർ. യുക്തിപൂർവം ചിന്തിക്കുന്നതിനും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നതിനും പരിസ്ഥിതിയുമായി സമായോജനം ചെയ്യുന്നതിനുമുള്ള ക്ഷമതയാണ് ബുദ്ധി എന്ന് അഭിപ്രായപ്പെട്ടത് ഡേവിഡ് വെഷ്ലർ. അനുഭവങ്ങളിൽ നിന്ന് അനായാസം പഠിക്കുന്നതിനും അമൂർത്തമായി ചിന്തിക്കുന്നതിനുമുള്ള കഴിവാണ് ബുദ്ധി എന്ന് നിർവചിച്ചത് ഫ്ലിൻ ജെ.ആർ. അനുഭവങ്ങളിൽ നിന്ന് അനായാസം പഠിക്കുന്നതിനും അമൂർത്തമായി ചിന്തിക്കുന്നതിനുമുള്ള കഴിവാണ് ബുദ്ധി എന്ന് നിർവചിച്ചത് ഫ്ലിൻ ജെ.ആർ. തെളിഞ്ഞ ബോധത്തോടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനും യുക്തിചിന്തന നടത്തുന്നതിനും ലക്ഷ്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിനും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നതിനുമുള്ള കഴിവാണ് ബുദ്ധി എന്ന് പറഞ്ഞത് ബിനെ ആൻഡ് സൈമൺ. തെളിഞ്ഞ ബോധത്തോടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനും യുക്തിചിന്തന നടത്തുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നതിനുമുള്ള കഴിവാണ് ബുദ്ധി എന്ന് പറഞ്ഞത് ബിനെ ആൻഡ് സൈമൺ. അമൂർത്ത വസ്തുക്കൾ എളുപ്പം പഠിക്കുന്നതിനും വിദഗ്ധമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ക്ഷമതയാണ് ബുദ്ധി എന്ന് നിർവചിച്ചത് ആർതർ ഗേറ്റ്സ്. അമൂർത്ത വസ്തുക്കൾ എളുപ്പം പഠിക്കുന്നതിനും വിദഗ്ധമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ക്ഷമതയാണ് ബുദ്ധി എന്ന് നിർവചിച്ചത് ആർതർ ഗേറ്റ്സ്. ബുദ്ധി എന്നത് ലക്ഷ്യപ്രാപ്തിക്കായുള്ള ബന്ധിതവും പ്രഗത്ഭകവുമായ ചിന്തനത്തിനുള്ള ശേഷിയാണെന്ന് പറഞ്ഞത് ആർ നൈറ്റ്. ബുദ്ധി എന്നത് ലക്ഷ്യപ്രാപ്തിക്കായുള്ള ബന്ധിതവും പ്രഗത്ഭകവുമായ ചിന്തനത്തിനുള്ള ശേഷിയാണെന്ന് പറഞ്ഞത് ആർ നൈറ്റ്. പഠിക്കാനും അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് സാഹചര്യങ്ങളുടെ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കഴിവാണ് ബുദ്ധി എന്ന് അഭിപ്രായപ്പെട്ടത് സിറിൽ ബർട്ട്. പഠിക്കാനും അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് സാഹചര്യങ്ങളുടെ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കഴിവാണ് ബുദ്ധി എന്ന് അഭിപ്രായപ്പെട്ടത് സിറിൽ ബർട്ട്. നെക്സ്റ്റ്, ബുദ്ധിമാനം അളക്കുന്നത് IQ = MA / CA × 100. MA മാനസിക വയസ്സ്, CA ശാരീരിക വയസ്സ്. നെക്സ്റ്റ്, ബുദ്ധിയെക്കുറിച്ചുള്ള ആദ്യകാല സിദ്ധാന്തങ്ങളിൽ പ്രധാനപ്പെട്ടവ: ഏകഘടക സിദ്ധാന്തം, മനോഘടക സിദ്ധാന്തം, ദ്വിഘടക സിദ്ധാന്തം, ബഹുഘടക സിദ്ധാന്തം, സംഘഘടക സിദ്ധാന്തം, ത്രിമുഖ സിദ്ധാന്തം. ഏകഘടക സിദ്ധാന്തം, മനോഘടക സിദ്ധാന്തം, ദ്വിഘടക സിദ്ധാന്തം ചാൾസ് സ്പിയർമാൻ, ബഹുഘടക സിദ്ധാന്തം തോണ്ടെക്, സംഘഘടക സിദ്ധാന്തം തേഴ്സ്റ്റൺ, ത്രിമുഖ സിദ്ധാന്തം JP ഗിൽഫോർഡ്. ബുദ്ധിക്ക് ദ്രവബുദ്ധി, ഖരബുദ്ധി എന്നിങ്ങനെ രണ്ട് സുപ്രധാന ഘടകങ്ങളുണ്ടെന്ന് വാദിച്ചത് റെയ്മണ്ട് കാറ്റൽ. ബുദ്ധിക്ക് ദ്രവബുദ്ധി, ഖരബുദ്ധി എന്നിങ്ങനെ രണ്ട് സുപ്രധാന ഘടകങ്ങളുണ്ടെന്ന് വാദിച്ച റെയ്മണ്ട് കാറ്റൽ. നൈസർഗികമായ അഥവാ സഹജമായി ലഭിക്കുന്ന കഴിവിനെ പറയുന്നത് ദ്രവബുദ്ധി. നൈസർഗികമായി അഥവാ സഹജമായി ലഭിക്കുന്ന കഴിവിനെ പറയുന്നത് ദ്രവബുദ്ധി. പഠിതാവ് ആർജിച്ച ജ്ഞാനത്തെ അഥവാ അറിവിനെ പ്രശ്നപരിഹരണ സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്താനുള്ള നിപുണതയാണ് ഖരബുദ്ധി.
പഠിതാവ് ആർജിച്ച ജ്ഞാനത്തെ അഥവാ അറിവിനെ പ്രശ്നപരിഹരണ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനുള്ള നിപുണതയാണ് ഖരബുദ്ധി. ടു ക്ലസ്റ്റേഴ്സ് തിയറിയുടെ വക്താവ് റെയ്മണ്ട് കാറ്റർ. ടു ക്ലസ്റ്റേഴ്സ് തിയറിയുടെ വക്താവ് റെയ്മണ്ട് കാറ്റർ. ഇന്നത്തെ ക്ലാസ്സിൽ 33 ചോദ്യങ്ങളായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. സൈക്കോളജി എന്നത് കുറച്ചൊരു ടഫ് സബ്ജക്റ്റാണ്. കൂടുതൽ റീഡ് ചെയ്യുമ്പോഴാണ് വിഷയം ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വീഡിയോ പല പ്രാവശ്യം കേൾക്കുക. എല്ലാവർക്കും കേട്ടിട്ട് നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ PDF എടുക്കാം. ഓക്കെ, താങ്ക് യു.